അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിൽ ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് യേശു വളരെ കീനായിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും പറയാണ്, എനിക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. അത് നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നമ്മുടേതായ ലൈഫിലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ, നമുക്ക് ഈ നമ്മുടെ ജോലി, നമ്മൾ ജോലിയിൽ ഉള്ള വ്യക്തികളാണെന്ന് വിചാരിക്കുക. പലരും ജോലിയിലാണല്ലോ, മിക്കവാറും എല്ലാവരും ജോലിയിലാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ഡ്യൂട്ടി വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയും ഇപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു, എന്നാ കുറച്ച് ഐ മീൻ ഇന്നും കൂടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പോകണ്ട, അതൊന്നും പറഞ്ഞാൽ ഡ്യൂട്ടിയിൽ നടക്കത്തില്ലല്ലോ, ജോലിയിൽ നടക്കത്തില്ല. വളരെ സ്പെസിഫിക് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലേ? നമ്മുടെ ലോകപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ടാസ്കും വളരെ സ്പെസിഫിക് ആണ്. ഇവിടെ അതൊന്നും നോക്കി, യേശുവിൻ്റെ ആ പ്രസ്താവനകൾ നോക്കിയേ. നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഈ ഡ്യൂട്ടിയുടെ കാര്യമോ ജോബിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇതാ എൻ്റെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തന്നെ പോകണം, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ പറയുന്നോ അതേപോലൊരു പ്രസ്താവനയല്ല യേശു ഇവിടെ പറഞ്ഞത്. അത് പ്രസ്താവന പറയുക മാത്രമല്ല, യേശു അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രിയ മക്കളെ, പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോടൊരു കാര്യം പഠിപ്പിച്ചായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ദൈവിക കാര്യം വരുമ്പോൾ ദൈവിക കാര്യത്തിൻ്റെ ആ ആക്യുറസി, ആ വ്യക്തമായ ഗൈഡൻസ്, വ്യക്തമായ ധാരണ നമുക്ക് പ്രാക്ടിക്കലി കിട്ടാതെ വരുമ്പോൾ, ഒരു ഉറപ്പില്ലാതെ വരുമ്പോൾ, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വലിയ ഉറപ്പില്ലാതെ വരുന്ന അവസ്ഥ, അതാണ് കൂടുതലും വിശ്വാസികൾ എക്സ്പീരിയൻസ് ചെയ്യണത്. പക്ഷേ ഈ വേദവാക്യത്തിലും യേശുവിൻ്റെ മിനിസ്ട്രിയിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ മിനിസ്ട്രിയിലും, അതുപോലെ പഴയ നിയമത്തിലെ പല മേഖലകളിലും പല ദൈവിക ഇന്റർവെൻഷനിലും നമ്മൾ ഈ അൺസർട്ടനിറ്റി കാണത്തില്ല. നമ്മൾ കാണുന്നത് ഹല്ലേലൂയ പക്ക സെർട്ടനിറ്റിയാണ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനുമാണ്. ഹല്ലേലൂയ. യെസ്, ഇത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചോദിച്ച കാര്യമാണ്, ദൈവമേ, ഇതിങ്ങനെയാണ് കാരണമെങ്കിൽ, ഇങ്ങനെയാണ് സത്യമെങ്കിൽ എനിക്കത് വേണം, എനിക്കത് വേണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിങ്ങളും കൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആത്മാർത്ഥമായി അത് പ്രാർത്ഥിച്ചാൽ, ദൈവമേ, എനിക്കും ഹല്ലേലൂയ ഇത്ര സ്പെസിഫിക് ആയിട്ട് അങ്ങയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വേണം. ഞാൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യങ്ങൾ, ചലിക്കേണ്ട കാര്യങ്ങൾ, എൻ്റെ വഴിയെക്കുറിച്ചുള്ള വ്യക്തത എനിക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് ഹല്ലേലൂയ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഒന്ന് വരുന്നത് മാതിരി, ഹല്ലേലൂയ ഒരു പുതിയൊരു ആത്മാവ് വരുന്നത് മാതിരി, ഒരു പുതിയൊരു കാര്യം വരുന്നത് മാതിരി എനിക്കത് ഫീൽ ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ബൈബിളിന്റെ സിസ്റ്റം പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഹല്ലേലൂയ നടത്താമെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ്
ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുന്ന ആ വേദഭാഗം, ഹല്ലേലൂയ, അതങ്ങനെ തന്നെയാ. ഹല്ലേലൂയ, അവിടുത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തെ നോക്കി നമ്മൾ അമ്പെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കല്ലെറിയുന്നത് പോലെയോ ആ ലക്ഷ്യത്തെ ടാർജറ്റ് ചെയ്തിട്ട് ഹല്ലേലൂയ അതിനകത്ത് എഴുതി വിടുന്നത് പോലെയുള്ള അത്ര സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആ പത്രോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കാണുന്ന മീനിന്റെ വായിൽ എനിക്കും നിനക്കുമുള്ള ചതുർദ്രഹ്മ പണമുണ്ട്. ഹല്ലേലൂയ, അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഹല്ലേലൂയ യേശു പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു 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 തള്ളയോട് കൂടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണും. ഹല്ലേലൂയ, അതിനെ അഴിച്ച് കൊണ്ടുപോവാ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അത്ര സ്പെസിഫിക് ആയിട്ട്, ഇതൊരു കഥപുസ്തകമല്ല, ഒരു പുകമറയല്ല, അൺസർട്ടനിറ്റി അല്ല. ഇഫ് യു ഫീൽ സച്ച് തിങ്, ഹല്ലേലൂയ, ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാ മതി, അത് പോരാന്ന് പറയണം. ഹല്ലേലൂയ, ഇഫ് വി ഹാവ് സംതിങ്, ഹല്ലേലൂയ, ആൻഡ് വി ആർ നോട്ട് ക്ലിയർ, ഹല്ലേലൂയ, നമുക്കത് ഉറപ്പില്ല, നമുക്കൊരു സംശയമാ, എഴുന്നേക്കരുത്, പ്രാർത്ഥന നിർത്തരുത്, ദൈവമേ അത് പറ്റത്തില്ല, ഐ നീഡ് എ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഫ്രം യു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ദൈവം അത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അതാണ് നമുക്കത് വേണം. ഹല്ലേലൂയ, അല്ലാതെ ഒരു 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 അഡ്ജസ്റ്റ്മെന്റ് വരുമോന്നും, ഹല്ലേലൂയ, ഈ ലോകത്തിലെ സിസ്റ്റം പോലും, ഹല്ലേലൂയ, ബോസിന് വ്യക്തമായി, ഹല്ലേലൂയ, തന്റെ സബോർഡിനേറ്റിന് കൊടുക്കാമെങ്കിൽ ആമേൻ, അത് പോട്ടെ. ഹല്ലേലൂയ, ഒരു ഇടയന്, ഹല്ലേലൂയ, വ്യക്തമായി തന്റെ ആടിന് വ്യക്തമായ ഒരു ഡയറക്ഷൻ കൊടുക്കാമെങ്കിൽ, ഹല്ലേലൂയ, സർവത്തെയും ഉളവാക്കിയ നമ്മുടെ യേശു അപ്പന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, സെക്കൻഡ്ലി വി ആർ നോട്ട് പ്രേയിങ് ഫോർ ഇറ്റ്. ഹല്ലേലൂയ, ഇപ്പോൾ ഇന്ന് മുതൽ ആ ഒരു കൺഫ്യൂഷൻസ് മാറ്റണം. ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് accuracy in the instruction, hallelujah, yes, we have to pray, God, that is not enough, എനിക്കിത് പോരാ, എനിക്ക് വ്യക്തമായ ഗൈഡൻസ് വേണം, ഞാൻ എന്ത് ചെയ്യണം. എന്റെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക, കുടുംബപരമായ, സാമൂഹ്യപരമായ, സാമ്പത്തികപരമായ, യെസ്, ഹല്ലേലൂയ, എന്റെ ഓരോ കാര്യത്തിലും, ഹല്ലേലൂയ, യെസ്, ഞാൻ എന്ത് ചെയ്യണമെന്ന്, ഹല്ലേലൂയ, അപ്പനോടൊന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അത് കിട്ടാൻ വേണ്ടി തന്നെ ചോദിക്കണം, ആൻസർ കിട്ടണം, വ്യക്തമായ ഗൈഡൻസ് കിട്ടണം. യെസ്, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, അങ്ങനെ ഗൈഡൻസ് കിട്ടി തന്നെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അവൻ്റെതായ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ആ അസൈൻമെന്റിലായിരിക്കുമ്പോൾ, ഓൾറെഡി, ഹല്ലേലൂയ, യെസ്, ആമേൻ, ഹല്ലേലൂയ, ആ ഒരു പർട്ടിക്കുലർ ടാസ്കിലായിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചിരും, ദൃഷ്ടി വെച്ച് നിന്റെ മേൽ ആലോചന പറഞ്ഞ് നൽകും. അപ്പൊ നമ്മളത് ശരിക്കും എടുക്കണം, ലിറ്ററലി തന്നെ എടുത്തോണം. ഹല്ലേലൂയ, ഇതെനിക്ക് വേണം, ഇങ്ങനത്തെ തന്നെ, എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പോരാ, ഓ അത് അങ്ങനെ ആയെങ്കിൽ കൊള്ളാം, നോ, അങ്ങനൊന്നും ഇടപാടില്ല. നമുക്ക് അത്രയും ലെവലിൽ, ഹൈ ലെവലിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടാൽ, ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ കിട്ടും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്, എന്നെ അത് വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇറ്റ് ഈസ് അവർ ലിമിറ്റേഷൻ. നമ്മൾ വിട്ടുകളയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ലെവലിലോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്നും, അല്ലെങ്കിൽ ഫർദറായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ പ്രശ്നമാണ്. ചോദിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ബൈബിൾ ത്രൂ ഔട്ട് അങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ, ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. യെസ്, ഹല്ലേലൂയ,